മലയാളത്തിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാലേട്ടൻ എന്ന ഉത്തരം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഏതൊരു സിനിമ എടുത്താലും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം ചെയ്തു വെക്കുക. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലാലേട്ടൻ്റെ അത്തരത്തിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഒരു സിനിമയെ കുറിച്ചാണ്. ഭരതന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ സിനിമയാണ് 1990 ഇറങ്ങിയ താഴ്വാരം എന്ന സിനിമ. ചിത്രത്തിന്റെ രചന MT വാസുദേവൻ നായരാണ് നിർവഹിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുക ഇത് മലയാള സിനിമ ആയിട്ടല്ല, മറ്റേതോ യൂണിവേഴ്സിലെ പോലെ അല്ലെങ്കിൽ അത്രയും വലിയൊരു യൂണിവേഴ്സിലെ സിനിമയായിട്ടാണ് നമുക്ക് തോന്നുക. ഇതിൽ വില്ലനായി അഭിനയിച്ചിട്ടുള്ളത് സലീം ഘോസ് ആണ്. അദ്ദേഹത്തിനെ അറിയാത്തവർക്കായി ഞാൻ പറയാം, നമ്മുടെ വിജയുടെ വേട്ടക്കാരൻ എന്ന സിനിമയിൽ വില്ലനായി അഭിനയിച്ച ആ ഒരു വ്യക്തി. ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് വില്ലനെ കൊല്ലാനുള്ള അത്രയും ദേഷ്യം വരും. അതുപോലെ നായകന്റെ അഭിനയം കാണുമ്പോൾ നമുക്കൊരു തരത്തിലുള്ള അസ്വസ്ഥത, ഇറിറ്റേഷൻ ഒക്കെ തോന്നും. അതായത് ഒരു തരം എന്താ പറയുക, നമുക്കൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ആ ഒരു പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് തോന്നുക. എന്തായാലും നായകനായാലും പ്രതിനായകനായാലും രണ്ടുപേരും വളരെ ഗംഭീരമായിട്ടാണ് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്തായാലും സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സുഹൃത്തുക്കളായിരുന്ന ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ചെയ്ത കഥാപാത്രം, അതുപോലെ രാജുവിന്റെ കഥാപാത്രം സലീം ഘോസാണ് ചെയ്തിട്ടുള്ളത്. തമ്മിലുള്ള പ്രതികാരമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രതികാരമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ബാലൻ സ്വരുകൂട്ടി വെച്ചിരിക്കുന്ന സമ്പാദ്യം ബാലന്റെ ഭാര്യയെ കൊലപ്പെടുത്തിക്കൊണ്ട് രാജു സ്വർണമടക്കം കവർച്ച ചെയ്യുന്നു. കൊലപാതകത്തിൽ ബാലൻ പ്രതിയായി ജയിലറയ്ക്കപ്പെടുന്നു. ഇരുവരും ഒരുമിച്ചുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ നിന്നും കടാര ഉപയോഗിച്ച് ബാലൻ രാജുവിന്റെ ചിത്രം വേർപ്പെടുത്തിയെടുക്കുന്നിടത്താണ് ചിത്രം ആരംഭിക്കുന്നത്. ബാലൻ രാജുവിനെ അന്വേഷിച്ച് ഒരു താഴ്വാര മേഖലയിൽ എത്തിച്ചേരുന്നു. അവിടെ നാണുവിന്റെ കഥാപാത്രം ചെയ്തിട്ടുള്ളത് ശങ്കരാടിയാണ്. ശങ്കരാടിയുടെ ഏകമകൾ, അതായത് നാണുവിന്റെ ഏകമകൾ കൊച്ചുകുട്ടിയുടെയും ഭവനത്തിൽ, അത് ആ റോൾ ചെയ്തിട്ടുള്ള സുമലതയാണ്. ഭവനത്തിന് സമീപം ഒരു കൂരയിലായിരുന്നു രാജു താമസിച്ചിട്ടുള്ളത്. നാണുവിന്റെ മകൾക്ക് രാജുവിൽ നിന്നും ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു. ബാലൻ ഗ്രാമത്തിലെത്തി രാജുവിനെ കാണുകയും അവർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. ഏറ്റുമുട്ടലിൽ ബാലൻ പരാജയപ്പെടുന്നു. എന്നാൽ പരിക്കുകളാൽ ബാലൻ അബോധാവസ്ഥയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നിടത്തു നിന്നും കൊച്ചുകുട്ടി ബാലനെ രക്ഷപ്പെടുത്തി തൻ്റെ ഭവനത്തിലേക്ക് എത്തിക്കുന്നു. അവിടെ വരാന്തയിൽ ദുർബല ശരീരത്താൽ അന്തിയുറങ്ങിയിരുന്ന ബാലനെ പലതവണ രാജുവിൽ നിന്നും ആക്രമണം നേരിടേണ്ടി വരുന്നു. രാജു നുണക്കഥ സൃഷ്ടിച്ച് നാണുവിനെ ബാലനിൽ നിന്നും അകറ്റുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി ബാലനെ അകറ്റാൻ ശ്രമിക്കുകയല്ല, അങ്ങനെ അകറ്റുന്നു. നാണുവിന് വളരെയധികം ബാലനോട് ദേഷ്യം വരുന്നു. എന്നാൽ ബാലൻ തൻ്റെ കഥകൾ കൊച്ചുകുട്ടിയെ അറിയിക്കുന്നു. ബാലൻ രാജുവിനെ കീഴ്പ്പെടുത്തി കുടിൽ കിടത്തി തോട്ട കത്തിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുന്നു. അതായത് കഥയുടെ അവസാനമാണ് ബാലൻ രാജുവിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു കുടിൽ കിടത്തി തോട്ട കത്തിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുന്നു. ആ രംഗമൊക്കെ ശരിക്കും കാണേണ്ട രംഗം തന്നെയാണ്. അത്രയും ഗംഭീരമായിട്ടാണ് ലാലേട്ടൻ ചെയ്തത്. അവസാനം ഒരു നോട്ടമൊക്കെ ഉണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ലാലേട്ടൻ ആ രംഗമൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്തായാലും ചിത്രം അവിടെയാണ് അവസാനിക്കുന്നത്. ഞാൻ ഈ സിനിമയുടെ കഥ നിങ്ങളോട് പറഞ്ഞപ്പോൾ വളരെ സിമ്പിളായാണ് പറഞ്ഞത്, വളരെ ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സിനിമ കാണുമ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഈ പറയുന്ന രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുക വലിയൊരു ഇമ്പാക്റ്റ് നിങ്ങളുടെ മനസ്സിനെ ഉണ്ടാക്കും. താഴ്വാരം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണേണ്ട സിനിമയാണ്. ഇതുപോലൊരു സിനിമ മലയാളത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. സിനിമ കണ്ട് ഓരോ നിമിഷവും നമ്മളെ സിനിമയിലെ ഓരോ രംഗങ്ങളും നമ്മളെ ഭ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും താഴ്വാര സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.